بسم الله الرحمن الرحيم وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. وقال النبي صلى الله عليه وسلم اشتاقت الجنة إلى 4 نفر: صائمي رمضان، تالي القرآن، حافظي اللسان، مطعمي الجيعان. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. مولاي صل وسلم دائما أبدا. നോമ്പ്, നോയമ്പ് എന്നു പറയുന്ന ആ വിഷയം ഫാസ്റ്റിംഗ് എന്ന് ഏകദേശം ആശയമായി പറയാറുള്ള കാര്യം ഈ ലോകത്ത് പല വിഭാഗങ്ങളും നിർവഹിക്കുന്ന ഒന്നാണ്. ഹൈന്ദവർക്ക് വ്രതാനുഷ്ഠാനമുണ്ട്. 41 ദിവസമാണ് ഓരോ നോമ്പ്. അഥവാ ഇറച്ചി മീനൊന്നും കൂട്ടരുത്, പച്ചക്കറിയും സംഭവമൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. അതുപോലെ സുഡാൽഫിക്കേഷനും ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ നോമ്പ്. അഥവാ ജിമാഅ് എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണ് സുഡാൽഫിക്കേഷൻ. ഹൈന്ദവരെ നോമ്പ് അങ്ങനെ. ജൈനമതക്കാരുടെ നോമ്പ് കൊഴുപ്പുള്ള മാംസം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിക്കൻ്റെ ചെസ്റ്റ് പീസൊക്കെ കഴിക്കാം. അങ്ങനെയുള്ള നോമ്പാണ് ഓരോ നോമ്പ്. ക്രിസ്ത്യാനികൾക്കുള്ള നോമ്പെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് മാത്രം കഴിച്ചുകൊണ്ടുള്ള നോമ്പാണ്. ആപ്പിൾ, പേരയ്ക്ക, അതുപോലെ വത്തക്ക പഴമാണോ വെള്ളമാണോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. ഫീഹി ഖൗലാനി ഖുൽതുല്ല സഹു വല്ലാഹു അലം. തണ്ണിമത്തം എന്നാണല്ലോ പറയാറുള്ളത്. വെള്ളമാണ്, തണ്ണി എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. ഏകദേശം കളറിലൊക്കെ ഇറങ്ങിയാണ്. പച്ചക്കളറ് മാത്രം വന്നിട്ടില്ല, ബാക്കിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പല വിഭാഗത്തിനും നോമ്പുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖൗമിൻ്റെ നോമ്പ് ഇശ വരെയായിരുന്നു. വേറെ ഒരു വിഭാഗത്തിന് 24 മണിക്കൂർ നോമ്പ്. ഒരു ദിവസം നോമ്പുണ്ടാകും, ഒരു ദിവസം നോമ്പുണ്ടാവില്ല. അങ്ങനെയായിരുന്നു. അല്ലാതെ 30 ദിവസം 24 മണിക്കൂർ വീതം നോമ്പ് ഒറ്റ ആൾ വടിയാകുമല്ലോ, അത് പിന്നെ അത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഖൗമിന് ഓരോ തരത്തിലുള്ള നോമ്പാണ്. എന്നാൽ സൗം എന്ന ആ വേർഡിൻ്റെ കറൻ്റ്ലി മീനിങ്, അടിസ്ഥാന അർത്ഥം അൽ ഇംസാക്, മാനേജ്, നിയന്ത്രിക്കുക എന്നതാണ്.
ജീവിതത്തെ നിയന്ത്രിക്കുക. എന്തിന് നിയന്ത്രിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം, എപ്പോൾ നിയന്ത്രിക്കണം, ആര് നിയന്ത്രിക്കണം? നമ്മുടെ ജീവിതത്തിൽ പലതരം നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ എടരിക്കോട്ടുനിന്ന് ഹൈവേയിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ നേരിട്ട് വണ്ടി ഹൈവേ പോകില്ല. പിന്നെ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് റൈറ്റിക്ക് കയറി കോഴിക്കോട് ഭാഗത്തേക്കാണെങ്കിൽ അങ്ങനെ കയറിയിട്ടാണ് പോകണം. അത് ഞാൻ പെട്രോൾ അടിച്ച എൻ്റെ വണ്ടിയാണ്, എനിക്ക് തോന്നിയ കോലത്തിൽ പോകുന്നുള്ള ഒരാൾ പോകാൻ പുറപ്പെട്ടാൽ ആ പോക്കൊരു പോക്കായിരിക്കും മൈസറയിലേക്ക്. കാരണം ഹൈവേയിൽ ആ ജാതി സ്പീഡിൽ വണ്ടി വരുന്നുണ്ടാവും. എൻ്റെ വണ്ടിയാണെന്ന് ഇതിനാണ് പോകാൻ പറ്റുമോ? പറ്റൂല. പിന്നെ അവിടെ ഒരു നിയന്ത്രണം. എന്ത് നിയന്ത്രണം? ഗിയറൊക്കെ ഒന്ന് ഡൗൺ ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി ഒന്ന് വളരെ ശ്രദ്ധിച്ച് അതിലേക്ക് കയറും. ഇതുപോലെ നമുക്ക് ഒരു യാത്രയാണ്. ഈ യാത്ര ആത്മാവാണ് യാത്ര ചെയ്യുന്നത്. വാഹനം നമ്മുടെ ശരീരമാണ്. ശരീരമെന്ന വാഹനത്തിൽ ആത്മാവെന്ന ഡ്രൈവറാകുന്ന ഞാൻ, നിങ്ങൾ യാത്ര ചെയ്യാം. എവിടേക്കാ യാത്ര? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഒരു വീട്ടിലേക്കുള്ള യാത്ര. ആ വീട് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുന്നാസി അദിന മൻസിലതൻ ഫിൽ ജന്ന. സ്വർഗത്തിലെ ഏറ്റവും ലോ ക്വാളിറ്റി പേഴ്സൺ ആരാണ്? ഹു ആർ ദി ലോ ക്വാളിറ്റി പേഴ്സൺ ഇൻ ദി പാരഡൈസ്? ആരാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ക്വാളിറ്റിയുള്ള ആളാരാണ്? അവിടുന്ന് പറഞ്ഞു, ഈ ദുന്യാവിൻ്റെ 10 ഇരട്ടി മാത്രം കൊടുക്കുന്ന ഒരാളുണ്ട്, അയാളാണ്. ഈ ദുന്യാവിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദുന്യാവിൽ എന്തൊക്കെ ഉണ്ട്? ഈ ദുന്യാവിൽ പല സംഗതികളും ഉണ്ട്. ഇപ്പൊ സ്വർണം 28,40,00,000 കിലോ സ്വർണം എടുത്താൽ കിട്ടുന്നിടത്തുണ്ട്. ഫിസിക്കൽ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡ്, ഗോൾഡ് ബോണ്ട്, പേപ്പർ ഗോൾഡ്, അൽ ഗോൾഡു അർബഅത്തു അഖ്സാമിൻ. 4 ഇനങ്ങളുണ്ട്. അതിൽ ഫിസിക്കൽ ഗോൾഡ് എടുത്താൽ കിട്ടുന്നിടത്തുള്ള സ്വർണം തന്നെ 28,40,00,000. അത് കരിപ്പൂരിലൂടെ വരുന്ന മലദ്വാർ അസോസിയേഷൻ്റെ ഗോൾഡ് അടക്കം അതാണ് ഫിസിക്കൽ ഗോൾഡ് ആയിട്ടുള്ളത്. അതിന് 16-ാം സ്ഥാനമാണ്. 15-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അൽമാസുൽ അഹ്മർ, റെഡ് ഡയമണ്ട്. 1 ഗ്രാമിന് സ്വർണത്തിന് ഏകദേശം 15,000 എബോ ആണെങ്കിൽ അൽമാസുൽ അഹ്മർ റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന സാധനത്തിന് 1 ഗ്രാമിന് ഏകദേശം 7,50,000 ഉറുപ്പ്യ. ഈ ഭൂമിയുടെ വെയ്റ്റിൻ്റെ 1,00,000-ൽ 1 ആ സാധന. ഭൂമി എത്ര തൂക്കണ്ട്? 5,972 ശേഷം 21 പൂജ്യട്ടാൽ എത്ര ഉണ്ടെങ്കിൽ അത്ര കിലോനാണ് മാസ് ഓഫ് എർത്ത്. 5,972 ശേഷം 21 പൂജ്യട എത്ര ആയിരിക്കും? എത്രയോ
അത്ര കിലോനാണ് ഭൂമി ഉള്ളത്. സംശയമുള്ളവർക്ക് തൂക്കി നോക്കാം, ഞാൻ കറക്റ്റാണ് പറഞ്ഞത്. ഞാൻ നാളിൻ്റെ അമ്മായിനോട് ചോദിച്ചപ്പോൾ അമ്മായി പറഞ്ഞെന്ന് തൂക്കാം, അഥവാ ജെമിനി. നമ്മളെല്ലാവരെയും അമ്മായിയാണല്ലോ ജെമിനി അറിയണത്. ആ ജെമിനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ മാസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്താലൊക്കെ കിട്ടാവുന്ന സംഭവമാണ്. ഞാൻ ഏത് തുലാസിലെപ്പോൾ തൂക്കിയത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അതങ്ങനെയാണ്. അതിൻ്റെ 1,00,000-ൽ-1 അതിനെ 1,00,000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഒരു 5 സ്ഥാനം കുറയും. അത്ര തൂക്കം ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അതിൻ്റെ 9.6% ഡയമണ്ടാണ്. ഭൂമിൻ്റെ 3 ഇരട്ടി തൂക്കമുണ്ട്. അപ്പം ഇവിടെ ഒന്നിട്ടിട്ട് മലപ്പുറം വരെ പൂജ ഇട്ടാലും എത്ര ഉണ്ടാകും? അതിൻ്റെ അപ്പുറമാണ് വില. ദുന്യാവിൻ്റെ വലിപ്പായി പറയണത്. അതും 15ാം സ്ഥാനത്തുള്ളത്. അടുത്തത് വൈരൂഢം, ഇരിഡിയം, അങ്ങനെ പോയി 3ാം സ്ഥാനത്തുള്ളത് കാലിഫോർണിയം എന്നറിയുന്ന സാധനമാണ്. ഇന്ന് ഇസ്രായേൽ, അമേരിക്കയ്ക്ക് അവരുടെ പ്രധാന മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാലിഫോർണിയം. 1 ഗ്രാമിന് 225 കോടി ഉറുപ്പ്യാണ്. 1 ഗ്രാമിന് 225 കോടി രൂപയാണ്. അതാണെന്ത്? കാലിഫോർണിയം. അതാണ് 3ാം സ്ഥാനത്തുള്ളത്. അതിൻ്റെ ഇടയിൽ വേറെ കുറേ സാധനങ്ങളുണ്ട്. 1ാം സ്ഥാനത്തുള്ളതോ ആൻറ്റിമാറ്റർ. 1 ഗ്രാമിന് 5000 ലക്ഷം കോടി രൂപ വില ഉണ്ട്. 5000 ലക്ഷം കോടി രൂപ വില ഉള്ള ആൻറ്റിമാറ്റർ. ഇതൊക്കെ ഉള്ള ദുന്യാവ്, ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് എപ്പോഴാണ് ഇതുണ്ടായത്? ഏത് സമയത്താണ് ഉണ്ടായത്? ശാസ്ത്രം പറയുന്നത് 3180 കോടി വർഷമായി എന്നാണ്. 3180 കോടി വർഷം ആഫ്റ്റർ ദി ബിഗ് ബാങ് തിയറി, അങ്ങനെ പറയണത്. എന്തോ ആവട്ടെ, ഇത്ര വലിയ ദുന്യാവിനെ പറ്റി പറഞ്ഞത്, ദുന്യാവിനൊരു കൊതുവിൻ്റെ ചിറക് പോലും അള്ളാൻ്റെ അടുത്ത് വിലയില്ല എന്നാണ്. നമുക്കൊക്കെ അല്ലേ 500-ന്റെ പുതിയ നോട്ട് ഭയങ്കര സംഭവം, ഒരു ചുക്കുമില്ല. അതുകൊണ്ടാണ് ലോകത്തെ നമ്പർ 1 10 പണക്കാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയാത്തവരാണ്. ഇലോൺ മസ്ക് വറാത്തിന് യാസീനോ തലുണ്ടോ? അങ്ങനത്തെ വലിയ പരിപാടി ഉണ്ടോ? ആമസോണിൻ്റെ ആള് തഹജ്ജുദ് നിസ്കരിച്ചല്ലോ ഉണ്ടോ? ഇല്ലല്ലോ. അംബാനിക്ക് 21 രാവുണ്ടോ? ഇല്ല. പക്ഷെ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഓലിക്കൊക്കെ ഒന്നായിട്ട് കൊടുക്കുകയാണ്. എന്നാൽ നമ്മളോട് പറയുന്നത് അവിടെ കെട്ടിത്തിരിയണ്ട, ദുന്യാവുമ കെട്ടിത്തിരിയണ്ട. മുതല് എന്ന് പറഞ്ഞാൽ അതൊരു എനർജിയാണ്, വണ്ടി ഓടാനുള്ള. ആത്മാവിനെ വഹിച്ചുകൊണ്ട് പരലോകത്തേക്ക് യാത്ര പോവാനുള്ള ഈ ശരീരം എന്ന വണ്ടിക്ക് ഉപയോഗപ്പെടുത്താനുള്ള എനർജിയാണ് ദുന്യാവ്. എണ്ണടിക്കാൻ വേണ്ടി ആരും വണ്ടി ഓട്ടാറില്ല. ഉണ്ടോ? ഡീസൽ അടിച്ചാൽ പുതിയായിട്ട് വണ്ടി ഓട്ടലുണ്ട് ആരെങ്കിലും? എന്തിനാ വണ്ടി ഓട്ടണത്? അതിന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്ടേക്ക് എത്താനുള്ള എണ്ണ, പാലക്കാടാണെങ്കിൽ പാലക്കാട്ടേക്ക് എത്താനുള്ള എണ്ണ, അതിൽ കൊള്ളണ എണ്ണ, അതാണ് സമ്പാദ്യം. ആ സമ്പാദ്യം കഴിച്ചുള്ളത് വേസ്റ്റാണ്.
രാകേഷ് ജുൻജുംവാല എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. 2022 ആഗസ്റ്റിൽ അയാൾ മരിച്ചു. ആലോ റളിയല്ലാഹു. ആ രാകേഷ് ജുൻജുംവാല എന്ന് പറഞ്ഞ ആള് മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ SBI എന്ന ഇന്ത്യയിലെ നമ്പർ 1 ബാങ്കിലെ ഏറ്റവും അക്കൗണ്ടിൽ പൈസ ഉള്ള ആൾ മുമ്പരായിരുന്നു. 52,200 കോടി ഉറുപ്പ്യ ഉണ്ടായിരുന്നു SBIയിൽ മാത്രം മൂപ്പര് മരിച്ചുമ്പോൾ. മൂപ്പരിക്ക് മരിക്കുന്ന സമയത്തുള്ള സമ്പാദ്യം എന്താണ്? ഷുഗർ, പ്രഷർ, ക്യാൻസർ, അറ്റാക്ക്, അതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ. മരിച്ചുപോയി. പൈസ ഇപ്പോഴും അക്കൗണ്ടിലുണ്ട്. കേസാണ് മൂപ്പരെ കമ്പനിയും കുടുംബക്കാരും തമ്മിൽ. അതുപോലെ ആപ്പിൾ ഫോണിൻ്റെ ആള് മരിച്ചുപോയി. മരിക്കണീന് മുമ്പ് അയാൾ പറഞ്ഞെന്താണ്, ആവശ്യം കഴിഞ്ഞിട്ടുള്ള സമ്പാദ്യമൊക്കെ വേസ്റ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. കാരണം അയാൾ മരിക്കുമ്പോൾ $1,00,000 കോടി അയാൾ അക്കൗണ്ടിലുണ്ട്. അഥവാ 89 ലക്ഷം കോടി ഉറുപ്പ്യ. ലക്ഷം ഉറുപ്പ്യ അല്ല, 81 ലക്ഷം കോടി, 89 ലക്ഷം കോടി ഉറുപ്പ്യ അയാളുണ്ട്. ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പം നമ്മളെ മുറ്റത്ത് ഒരു 10 കണ്ടെയ്നർ 500 നോട്ട് ഇങ്ങനെ ഉണ്ട് നിൽക്കുക. അവിടെ എന്താ കാട്ടുക? ചാറാറ് നിന്നാൻ പറ്റുമോ? പറ്റൂല. അത് ഉപയോഗപ്പെടണം. അപ്പം നമ്മുടെ ശരീരമാകുന്ന അതിനുള്ളതാണ് ഈ ദുന്യാവ് പറയുന്നത്. എന്നാൽ സ്വർഗമാണെങ്കിലോ ദല്ലാലുഹൽ മുസ്തഫ വല്ലാഹു ബൈഉഹാ ലിമൻ യുരീദു വജിബ്രീലു യുനാദിഹാ ഖുസൂറുഹാ ദഹബു വൽ മിസ്കു തീനതുഹാ വസ്സഅഫറാനു ഹശീശുൻ നബിതു ഫീഹാ. ആ സ്വർഗത്തിലേക്ക് ശരീരമെന്ന വാഹനം പോവണമെങ്കിൽ ഒരു ഹൈവേയിലേക്ക് കടക്കുമ്പോൾ നിയന്ത്രണങ്ങൾ ഉള്ളതുപോലെ ട്രാക്ക് തെറ്റാതെ ഓടണം എന്ന് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി സഞ്ചരിക്കാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ നിയമങ്ങളും പാലിക്കുന്നു എന്ന സമർപ്പണം. ആ ഖൽബ് കൊണ്ടുള്ള സമർപ്പണമാണ് ഷഹാദത്തിലൂടെയുള്ളത്. ശരീരം കൊണ്ടുള്ള സമർപ്പണമാണ് നിസ്കാരത്തിലുള്ളത്. സമ്പാദ്യം കൊണ്ടുള്ള സമർപ്പണമാണ് സകാത്തിലുള്ളത്. ആ നിലക്ക് കൃത്യമായി സമർപ്പിക്കാനുള്ള സംസ്കരണമാണ് നോമ്പിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് നല്ല പ്യൂരിഫൈ ചെയ്ത ശരീരം ആവണം. അതിന് കണ്ണിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്, കാതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്, നാവിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്, ഖൽബിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്, വയറിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അങ്ങനെയെല്ലാം കൃത്യമായി നിയന്ത്രിക്കുക എന്നതാണ് നോമ്പ് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം. ആ നിലക്ക് കൃത്യമായി നിയന്ത്രിച്ചാൽ ഇസ്താഖത്തിൽ ജന്ന ഒരു ഇൻവിറ്റേഷൻ നടക്കുന്നുണ്ട്. സ്വർഗം താല്പര്യപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, ഇന്നാലിന്ന വ്യക്തിയെ എനിക്ക് വേണമെന്ന് സ്വർഗം റബ്ബിന്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കുന്ന 4 ആളുകൾ ആരാണ്? സ്വഇമീ റമളാൻ. അപ്പോൾ സ്വർഗം നമ്മളെ ഇങ്ങനെ കാത്തിക്കണം, അപേക്ഷ സമർപ്പിക്കണം. എന്താ നിങ്ങളെ പേര്? സവാദ്. യുവർക്കുണ്ണേ, നിങ്ങളെ പേര്? മാഷാ അല്ലാ, തങ്ങളുട്ടിയാ? അപ്പോ നിങ്ങളെ കിട്ടാൻ വേണ്ടി സ്വർഗം ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുക. ആ അപേക്ഷ സമർപ്പിക്കുന്നവരിൽ അല്ലാഹ് നമ്മളൊക്കെ പെടുത്തട്ടെ. അതിന് നമ്മളെ കജ്ജിലിരിപ്പ് ശരിയാവും വേണം. വെറുതെ അപേക്ഷ സമർപ്പിക്കുമോ? ഇല്ലല്ലോ. ഇപ്പം ചില ആൾക്കാരുള്ള സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പോകില്ലല്ലോ. പോകണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, അറിയില്ല. ഇപ്പം ചിലവരൊക്കെ ഉണ്ട്, ഈ കല്യാണം കഴിഞ്ഞ ഉടനെ 2 ആൾ ഒരു സീറ്റിലായിരിക്കുക, പുയ്യാപ്പിളിയും പുതിയെണ്ണും കൂടി. നിങ്ങൾ കണ്ടക്ടർ പൈസക്ക് വരുമ്പോൾ ഞങ്ങൾ 2 ശരീരമാണെങ്കിലും മനസ്സൊന്നാണ്, ഒരു ടിക്കറ്റ് പോരെ എന്നൊക്കെ ചോദിക്കും.
2-3 കൊല്ലം കഴിഞ്ഞാൽ ഇജ്ജ് മുമ്പ് കയറിക്കോ, ഞാൻ ബാക്ക് കയറാറ്. കുറച്ചുകൂടിയും കഴിഞ്ഞാൽ ഇജ്ജ് ആ ബസ്സിനൊക്കെ ഞാൻ അടുത്ത ബസ്സിന് വരാറ്. ലേശോടിയും കഴിഞ്ഞാൽ ഇജ്ജ് അവിടുക്കുണ്ടെങ്കിൽ ഞാൻ ബൈക്ക് അല്ലാറ്. അങ്ങനെ അങ്ങനെ പോയാലാണ് അല്ലേ? ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ സ്വർഗത്തിനിങ്ങനെ പൂതിയാകണം നമ്മളെ. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? മൗദിഉ ഖദമിൻ ഫിൽ ജന്ന, പാരഡൈസ് ലാൻഡ് ഫുഡ് വാല്യൂ എത്രയാ? ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹ. ഈ പ്രപഞ്ചം മുഴുവൻ എത്ര ഉണ്ട്, അതിൻ്റെ അപ്പുറമാണ് ഒരടിക്കുള്ളത്. ആ സ്വർഗം ഇങ്ങനെ കിട്ടണം. പടച്ചോനെ, അതിലെ ഓരോരോ സംഭവങ്ങളിൽ സംഭവമാണ്. അതൊക്കെ കണ്ടുവന്ന ആളാണ് ഹബീബായ റസൂലുള്ളാഹി. ആ സ്വർഗം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു എത്തും പിടിയില്ല. വലാ തഅലമു നഫ്സും മിമ്മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും കണക്കൂട്ടി എത്തൂല. ഇപ്പോൾ സ്വർഗത്തിലേക്ക് എങ്ങനെ പ്രവേശിപ്പിക്കുക ഒരാളെ? ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഖബറടക്കി കഴിഞ്ഞാൽ ഈ ഖബറിന്ന് പൊന്തും ഒരു ദിവസം. മൻ ബഅസനാ മിൻ മർഖദിന ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. വിളിച്ചൊണർത്തിയിട്ടേ നല്ലൊരു ഡ്രസ്സ്. ആദ്യം ഉണരണ സമയത്ത് തുണിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. രാവിലെ ചിലപ്പോൾ അങ്ങനെ പറയും, എല്ലാവരും ഉണരുമ്പോൾ തുണി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നൊക്കെ പറയില്ല. അങ്ങനെ ചിലപ്പോൾ എന്താവും, തുണിയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ പൊന്തണോട് കൂടെ നല്ല അടിപൊളി ഡ്രസ്സ്. നല്ല ആൾക്കാർക്കാട്ടോ, കരാക്കൂസുകളെ പറ്റി പറയണില്ല. അവർക്ക് ആ രൂപത്തിൽ ഉയർത്തി എഴുന്നേൽപ്പിക്കും. ഇതുണ്ടാവും നല്ല 2 ചെറുപ്പക്കാരിങ്ങനെ. ആര്? സായിഖും വ ഷഹീദ്. ഒന്ന് നമ്മളെ റിക്കാർഡൊക്കെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആളും, ഒന്ന് നമ്മളെ വഴികാട്ടിയും. ഒരു നല്ല ഒരു വണ്ടി, നൂഖ് എന്നാണ് ഹദീസിലുള്ളത്. നൂഖ് എന്ന് പറഞ്ഞാൽ നാഖത്ത്, നൂഖ് ഒട്ടകം. ഒരു അടിപൊളി ഒട്ടകം. ആ ഒട്ടകം എന്ന് പറഞ്ഞാലും അത് നല്ല ലൈറ്റും സംഭവം, അതിൻ്റെ കുളമ്പിൻ്റെ ഒക്കെ അതൊക്കെ ഹദീസിലുണ്ട്. ആ ഒട്ടകം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ ഇത് ഒട്ടക എന്താ അങ്ങോട്ട് വണ്ടി ഇല്ലാത്ത, എന്നാൽ ഒരു ആക്സസിൻ്റെ സ്കൂട്ടിയല്ലേ നല്ലത്? അങ്ങനെയല്ല, ഇത് ഭയങ്കര സ്പീഡാണ്. കണ്ണത്താ ദൂരത്തേക്ക് ടൊം എന്ന് പറഞ്ഞ് പോണ സംഭവമാണ്. അതിൻ്റെ പുറത്ത് കയറിയിട്ടാ പോക്ക്. പോകുന്ന സമയത്ത് ഉണ്ടാകും അവിടെ വഴിയിലൊരു ടാങ്ക്, ഹൗദുൽ കൗസർ കയറിയണ ടാങ്ക്. അത് നമ്മളെ ഇവിടെ താഴെ കാണുന്ന ചെറിയ വീതി കുറഞ്ഞിട്ടുള്ള ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കല്ല. പിന്നെ നബിതങ്ങൾ അതിന് പറഞ്ഞത് മദീന മുതൽ യമനിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ സെന്ന വരെ, അഥവാ 1340 കിലോമീറ്റർ നീളവും 1340 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ടാങ്ക്. ആ ടാങ്കിൻ്റെ 4 മൂലയിലും 4 ഖുലഫാഉർ റാഷിദീങ്ങളുണ്ട്. എന്നിട്ട് അതിൽ ഓരോ ആളുകളെ പേരുണ്ടാവും. ഇപ്പം തങ്ങളെ പേരുണ്ടാവും, നിങ്ങളെ പേരുണ്ടാവും, നിങ്ങളൊക്കെ പേരുണ്ടാവും. നമുക്കത് കിട്ടുമെങ്കിൽ അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പേരിലുള്ള കപ്പ് നേരെ വരുമ്പോൾ വളണ്ടിയർ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരാണ്. അങ്ങനെ ഓരോ ആളുകൾക്കും തിരക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചില ഹൗദിൻ്റെ നടുവിലേക്കാരം പാട്ട ഇങ്ങോട്ട് എത്തി വലിയണം, അങ്ങോട്ട് ഇന്നാൾ മോന്തെത്തി ഒരാൾ ഹൗദിക്ക് പോകണു. ഇതങ്ങനത്തെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ ആ പാട്ട സഹാബികൾ അല്ലെങ്കിൽ ഓരിങ്ങോട്ട് എടുത്തിട്ട് തരും. അയിമുണ്ടാവും നമ്മളെ പേര്, മൂച്ചിക്കൊമ്പത്ത് അമ്മദ്, സൺ ഓഫ് വീരാൻകുട്ടി, വൈ ചെറുകര എന്നുള്ള നിലക്ക് ഇങ്ങനെ കറക്റ്റ് അഡ്രസ്സും ഇതും. ആ കപ്പ് കൊണ്ടാണ് പിന്നെ നമ്മൾ പോണത്. കുടിച്ചുകൊണ്ട് അവിടെ ഇടുകയല്ല. ഇവിടെ ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ, പ്ലേറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ അവനാൻ തിന്ന പാത്രം ആരെങ്കിലും എടുക്കലുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം നാൾ വാടാനപ്പള്ളി ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഇലയിൽ ഭക്ഷണം തന്നു. അങ്ങനെ ഇലയിൽ ഭക്ഷണം തന്നു. സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ഭക്ഷണമൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ സാധാ ഹോട്ടലിൻ്റെ ഓർമ്മയ്ക്ക്, നമ്മളെ നാട്ടിലത്തേക്ക് ഓർമ്മയ്ക്ക് നമ്മൾ എണീറ്റ് പോകുന്നതോട് കൂടെ ആ ക്യാഷ്യറിനൊരു ചങ്ങായി ഫോട്ടോ കൊടുക്കണം. പിന്നെ മുസ്ലിമിൻ്റെ ഹോട്ടൽ തന്നെയാണ്, പക്ഷെ എല്ലാവരും ഉണ്ട്. അങ്ങനെ മൂല്യരെ ചോദിച്ചു, എന്തേ ചോദിച്ചു. പിന്നെ ആ ഇല കൊണ്ടുപോയി പുറത്തിടിന്ന് പറഞ്ഞു. അപ്പോൾ അവനാ കുടിച്ച് ഇടണല്ലേ? ആ ഇടണം. ആ ശരി.
അപ്പം നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ആ ഇല അങ്ങനെ കൂട്ടിയിട്ട് അതിക്ക് ഗ്ലാസും തിരികെ വെച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് കിട്ടും. ഇല ഇട്ടു ഗ്ലാസ്സും കിട്ടും. അപ്പം ഇവർ ചൂട് എന്തിനാ ഗ്ലാസ് കൊണ്ടിട്ട് പറഞ്ഞു, ഇല ഞാൻ തിന്നത്, ഗ്ലാസ് ഞാൻ കുടിച്ചത്. അപ്പം തിന്നത് കൊണ്ടിടുകയാണെങ്കിൽ പിന്നെ കുടിച്ചതും കൊണ്ടിടണ്ടേ. അപ്പം ആ നിലക്കാണ്, അല്ലാതെ എഴുതി വെച്ചളിന്ന് പറഞ്ഞു. മാന്യമായി ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചിട്ട് ഈ ജാതി പണിയെ ചെയ്യാന്ന് വെച്ചിട്ട് 2 ഡയലോഗ് അടിച്ചുകൊണ്ട് പതുക്കണം പോരും ചെയ്തു. അപ്പം ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അവിടുത്തെ പാത്രം എന്ന് പറഞ്ഞാൽ പാത്രം നമുക്ക് കൊണ്ടുപോകാം. എന്തിന്? അതൊരു ഓർമ്മയ്ക്ക് നമ്മളെ പേരും സംഗതിയൊക്കെ ഉള്ള ഒരു സംഗതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ മത്സരത്തിൽ മൊമൻറ്റോ കിട്ടുമല്ലോ, മൊമൻറ്റോ, ആ മൊമൻറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേൽ പേരുണ്ടാവും. അത് നമ്മൾ കബോർഡിൽ വെക്കും. അതെന്തിനാ വെക്കണത്? തിന്നാൻ പറ്റുമോ? അടുത്തങ്ങാണ്ട് കടിച്ചു തിന്നാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതങ്ങനെ ഒരു സംഭവം എന്നുള്ള എനിക്ക് ആ ഒരു ഓർമ്മക്ക്, ഒരു മെമ്മറീസ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ നിലക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ മീസാൻ എന്ന തുലാഖൊക്കെ അനുകൂലമായിട്ട് ആ സ്വർഗത്തിലെ പോരാന്ന് പറഞ്ഞാൽ തന്നെ റബ്ബേ എത്ര വലിപ്പുണ്ട് അറിയാം നിങ്ങൾ. സ്വർഗത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഹദീസിൽ കാണാം, അതിൻ്റെ ഫ്ലോറിൽ നിന്ന് അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് 100 ലക്ഷം ദിറാ, 1 ലക്ഷം ദിറാ ആണ്. 1 ലക്ഷം ദിറാ, 100,000 ദിറാ എന്ന് വെച്ചാൽ 1 ലക്ഷം ദിറാ. 1 ലക്ഷം ദിറാ എന്ന് പറഞ്ഞാൽ 45,200 മീറ്റർ പെരൻ്റെ ഉയരം. ഇപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ട് 1, 2, 3, 4,20 4 മീറ്ററും 20 സെൻറ്റിമീറ്ററുമാണ്. സംശയമുള്ളവരാണെങ്കിൽ അളന്ന് നോക്കിക്കോളി. സംഭവം അങ്ങനെയാണ്. എന്നാൽ ഫ്ലോർ ലെവലിൽ നിന്ന് 45,200 മീറ്റർ, ബുർജ് ഖലീഫയാണ് ഏറ്റവും വലിയ ഇന്ന് ഉയരമുള്ള സംഭവം. ഏതാ? ബുർജ് ഖലീഫയാണ്. ബുർജ് ഖലീഫയ്ക്ക് എത്രയാണ്? 828 മീറ്ററാണ്. 828 മീറ്ററാണ് എന്ന് വെച്ചാൽ ബുർജ് ഖലീഫയുടെ 65 ഇരട്ടി വലുപ്പമുള്ള വലിയ വീട്. ആ വീടിൻ്റെ തറക്കല്ലൊക്കെ, ഈ തറയ്ക്ക് എന്താണ് അറിയുന്നത്? ഈ പറഞ്ഞ ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയത്. ഹദീസിലാണത്. ഞാൻ വെറുതെ വിടല്ല, വലാ മജ്ലിസൻ ഇല്ല വിടൽത്താറിന് ഒരാൾ. ഇതങ്ങനെയല്ല, കറക്റ്റാ പറഞ്ഞത്. ഭയങ്കര സംഭവമുള്ളൊരു വീട്. ആ വീടാണെങ്കിലോ ഖുസൂറുഹാ ദഹബുൻ വൽമിസ്കു തീനതുഹാ വസ്സഅഫറാനു ഹശീശുൻ നാബിതു ഫീഹാ. ആ വീടിന്റെ ചുമരൊക്കെ സ്വർണ്ണാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. ഒരു വെട്ടുകല്ല്, കണ്ണൂര് കല്ലിന് 26 കിലോ ഉണ്ട് ഒരു വെട്ടുകല്ലിന്. സാധാരണ നമ്മുടെ നാട്ടിലെ ഇവിടെ പുതുപ്പറമ്പത്തെ പറമ്പെന്ന് വെട്ടണ കല്ല് 23 കിലോനാണ്. അപ്പൊ 23 കിലോ എന്ന് പറഞ്ഞാൽ എത്രയായി? 1 കിലോ സ്വർണത്തിന് എത്രയാ? ഇപ്പം ഏകദേശം 1.5 കോടിയിലധികം ഉറുപ്പ്യുണ്ട് 1 കിലോത്തിന്. അപ്പൊ 26 കൊണ്ട് കൂട്ടിയാൽ എത്ര ഉണ്ടാവും? അത് 30 ചില്ലാനും കോടി ഉറുപ്പ്യ ഒരു കല്ലിന്. അതും ഇത്ര ഹൈറ്റുള്ള പെരക്ക്. അപ്പൊ എത്ര കോടിന്റെ മുതലാ റബ്ബേ ആണ് പറഞ്ഞാണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അതൊരു സംഭവമാണ്. ആ ഒരു സംഗതി തരാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ പോകല്ലാതെ പിന്നെന്താ? അതാ മഹാന്മാര്. ഇപ്പിടിക്കൊന്നും ഒരു ചിന്തിക്കണില്ല. ഓല് എന്ന് പറഞ്ഞാൽ ഈ ശരീരം എന്ന വാഹനത്തിന് ഈ നക്കാപ്പിച്ചത് എത്തിനാ, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഓലവസ്ഥ. ഓലങ്ങനെ ചിന്തിക്കണവരാണ്. അപ്പം ഏതായിരുന്നാലും ആ ഒരു സംഭവം, എന്നിട്ട് അത്ര വലിയ സംഗതിയിൽ ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ അള്ളാഹ് സ്വീകരിക്കാൻ ഇങ്ങനെ വരികയാണ്. അങ്ങനെ സ്വീകരിക്കാനൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സുരപതിവാറും ഊറാനികൾ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ? ഭയങ്കര സംഭവം. 70,000 ബെഡ്റൂമാണ് ചെറിയ പെരയിലുള്ളത്. ആ ബെഡ്റൂമിലെ കട്ടിലുകളൊക്കെ ഭയങ്കര സംഭവം. അങ്ങനെ ഭയങ്കര സംഗതികളൊക്കെയാണ്. ഇവിടെ ഇപ്പം ഏത് ആൾക്കാരെ കട്ടിലാണെങ്കിലും ആ കട്ടിൽ കടക്കാനല്ലേ പറ്റുള്ളൂ. എന്നാൽ അതങ്ങനെയല്ല. എനിക്ക് എൻ്റെ സുഹൃത്തുണ്ടല്ലോ, അയാളെന്ന് കാണണ്ടിയിരുന്നു എന്ന് മനസ്സിൽ കരുതുമ്പോഴേക്ക് ഈ കട്ടിൽ ഒറ്റ പോക്കാം. അവിടെ പിന്നെ ചോന്ന ലൈറ്റൊന്നുമില്ല, ട്രാഫിക്കിൽ സ്റ്റോപ്പാകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അങ്ങോട്ട് പോകുക തന്നെയാണ്. അവിടെ ലൈസൻസും വേണ്ട, ബുറാക്കോട്ടാനൊന്നും ലൈസൻസ് വേണ്ടല്ലോ. അപ്പം അങ്ങനെ വണ്ടിക്കോ സംഗതിക്കോ അങ്ങനത്തെ പ്രശ്നമല്ല. RTO തടുക്കണ പ്രശ്നമല്ല. MVDൻ്റെ ശല്യമല്ല.
അങ്ങനെയൊന്നും ഇല്ലാത്തതാണ്. ലൈസൻസ് എടുക്കണമെങ്കിൽ 18 വയസ്സാകണം എന്നാണ്. അതിന് ആണുങ്ങൾക്കൊക്കെ അവിടെ 30 വയസ്സാണ്, പെണ്ണുങ്ങൾക്കൊക്കെ 18 വയസ്സുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് വിവാഹപ്രായം 18 ആക്കിയത് വക്കീല. അപ്പം ഏതായിരുന്നാലും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പം ആ നിലക്കുള്ള വീട് നിൽക്കുന്ന സ്ഥലം എത്ര സെൻറ്റ് ഉണ്ടാവും? കുറേ സെൻറ്റ്. ആ ഗേറ്റ് ഉണ്ടല്ലോ, 2 ഗേറ്റ്, ആ 2 ഗേറ്റിൻ്റെ തൂണിൻ്റെ ഇടയിൽ 450 മൈലാണ്. മൈല് കാരണം തൊടു കാണുന്ന മൈലല്ല, പിന്നെ ഒരു മൈല് എന്ന് പറഞ്ഞാൽ ഏകദേശം 1853 മീറ്റർ, 1.853. ആ നിലക്കുള്ള മൈൽ എത്ര? 450 ഗേറ്റിൻ്റെ ഇടയിൽ. അപ്പം അങ്ങനെയുള്ള ഗേറ്റ് നിൽക്കുമ്പോൾ മതിലെത്ര ഉണ്ടാവും? മതിലെത്ര ഉണ്ടെങ്കിൽ സ്ഥലം എത്ര ഉണ്ടാവും? ആ സ്ഥലമാണെങ്കിലോ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, എല്ലാ തരം ഫലങ്ങളുള്ള നല്ലൊരു തോട്ടം. ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന അസ്അലുല്ലാഹൽ ഫിർദൗസ്. അല്ലാഹുവോട് നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണേ. എന്തേ കാരണം? ഫിർദൗസിന് 100 ദറജയാണ് ഒരാൾക്ക് അളന്നു കൊടുക്കുന്നത്. ഒരു ദറജ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഭൂമിയിൽ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഖത്തുൽ ഇസ്തിവാ, ഭൂമധ്യരേഖ എന്ന് പറയുന്നത് അത് 40,075 അതിൻ്റെ വാല്യൂ. അഥവാ ഒരു ദറജക്ക്, ഒരു ഡിഗ്രിക്ക് 111.37 കിലോമീറ്ററാണ്. കിലോമീറ്റർ എത്ര? 111.37 കിലോമീറ്ററാണ് ഭൂമിയിലെ ഒരു ദറജ. എന്നാൽ സ്വർഗത്തിൽ ഒരാൾക്ക് 100 ദറജ കിട്ടുമ്പോൾ ഓരോ ദറജയുടെയും ഇടയിൽ എത്ര ഉണ്ട്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു 100 കൊല്ലത്തെ വഴി ദൂരം. ജംഉ ഖസ്റിന്റെ മാനദണ്ഡമാക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 11 ലക്ഷം പ്രാവശ്യം ഭൂമിനെ എങ്ങനെ ചുറ്റുക. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോവുക, കോട്ടക്ക കൂടെ ഇങ്ങനെ പോയി, പെരിന്തൽമണ്ണ കൂടെ, മണ്ണാർക്കാട്ട് കൂടെ, തമിഴ്നാട്ടിൽ കൂടെ, ചെന്നൈ, അണ്ടമാൻ, നിക്കോബാർ, ഇന്തോനേഷ്യ, ജാവ, ജാപ്പാൻ, ആ വഴിയിലൂടെ അങ്ങനെ പോയി ഭൂമിൻ്റെ അടിയിൽ കൂടെ, നമ്മളടിയിലാണല്ലോ അമേരിക്കയൊക്കെ, നാളെ കോയിലടിച്ച പോലെ സിറ്റ് ഔട്ടിൽ എത്തിയാറില്ലേ. അപ്പം ആ നിലക്ക് അമേരിക്കയിൽ കൂടെ അങ്ങനെ പോയിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് അദീസ ബാബ സുഡാനായി കൂടെ ഒക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നേരെ പരപ്പനങ്ങാടി കൂടെ ഇവിടെ എത്തുമ്പോഴേക്ക് 40,075 കിലോമീറ്ററാണ്, കാറ്റർക്കൊന്നും കൂടാതെ അങ്ങനെ പോവുകയാണെങ്കിൽ. അങ്ങനെ 11 ലക്ഷം പ്രാവശ്യം ഒരാൾ പോവുകയാണെങ്കിൽ എത്ര ദൂരം ഉണ്ടാവും? അത്ര വലിയൊരു സ്ഥലമാണ് സ്വർഗത്തിൽ ഒരാൾക്ക് കിട്ടുന്നത്. കൊട്ടപ്പറമ്പല്ല, പുതുപ്പറമ്പല്ല, പിന്നെ കിട്ടണ എത്ര കിട്ടണത്? മൗദിഉ ഖദമിൻ ഫിൽ ജന്ന, ഒരടിക്ക്, ഒരു ഫുട്ട്, ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ. നേരത്തെ പറഞ്ഞ ദുനിയാവില്ലേ, ആ ദുനിയാവിനെക്കാട്ടിലും വലിയ മൂല്യമാണ് ഒരടിക്ക്. ഇങ്ങനെയുള്ളൊരു സംഗതി അള്ളാഹ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു എന്ന് മാത്രമല്ല, എന്നാന്ന് പറഞ്ഞിട്ട് വിളിക്കും ചെയ്തിട്ടുണ്ട്. ആ വിളിക്കുമ്പോൾ നമുക്ക് പോണം. ആ പോണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചില നിയന്ത്രണം വേണം. അതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ ഈ എത്തപ്പെടുന്നത്. അപ്പം ആ സ്വർഗാണ് നമ്മളിങ്ങനെ ചോദിക്കല് അള്ളാഹിനോടെ. ചില ആൾക്കാർ ഉളുപ്പില്ലാതെ ചോദിക്കും, ചില ആൾക്കാർ ശരിക്കും ചോദിക്കും. ഈ ഉളുപ്പില്ലാതെ ചോദിക്കാരാന്നറിയോ? സ്വന്തം പെരൻ്റെ പിന്നിൽ അയലോക്കക്കാരന് വണ്ടി വിടാൻ വേണ്ടിയിട്ട് ഒരു 1.5 അടി വീതി കൂട്ടാൻ വേണ്ടി പിസ്ക് കാണിക്കണ മൊരക്കം തന്തല്ലേ ഓന വിശാലായ സ്വർഗം ചോദിക്കണത്. ആര്? വഴി വിടാൻ പിശുക്ക് കാണിക്കുന്ന ആള്. ഖബർ കടക്കാൻ വേണ്ടത്, ഒരു ഖബറിന് വേണ്ടത് 16 സ്ക്വയർ ഫീറ്റാ. ഒരു സെന്റ് പറഞ്ഞാൽ എത്രയാ? ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 40.47 സ്ക്വയർ മീറ്റർ, 2.47 ആർ.
435.47 സ്ക്വയർ ഫീറ്റ് പുതിയ അളവിൽ. പഴയ തോട്ടി അളവിൽ 18-24 ആനുപാതം 432 സ്ക്വയർ ഫീറ്റിൽ. അതുകൊണ്ടാണ് പഴയ സ്ഥലം അളക്കുമ്പോൾ പുതിയ അളവിൽ കുറച്ച് കുറവുണ്ടാകും. അത് ആരാൻ്റെ സ്ഥലം വീരാൻ തിരക്കിയതൊന്നുമല്ല, അതിങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ പോണതാണ് സംഭവം. അങ്ങനെയാണ്. അപ്പം ആ നിലക്ക് അള്ളാഹിനോട് ഇത്ര വില കൂടിയ സാധനം ചോദിക്കുമ്പോൾ, ഒരേക്കർ ഭൂമിയുള്ള ആള് 5 സെന്റ് ഒരു സാധുവിന് പെര കയറ്റാൻ വേണ്ടി കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന ഹയവാനും നാത്തിക്ക് തക്കർ ബാലികില്ലേ? ഓന് എന്ത് കാര്യമില്ല. ഖൈറുന്നാസി ഏറ്റവും നല്ലവരാരാ? മംഫഅഹുൽ ഖൽഖ്. ഞാൻ നാള് ചെറുപ്പളശ്ശേരി ഒരു കുറ്റി അടിച്ചാൻ പോയി. ഇത് കുറ്റീൻ്റെ പരസ്യമൊന്നല്ല, ഒരു സംഭവം പറയാം. അപ്പം അങ്ങനെ കുറ്റി അടിച്ചാൻ വേണ്ടി പോയപ്പോൾ ഒരാൾക്ക് അനന്തരം കിട്ടിക്കണം. അയാളെ ഭാര്യയ്ക്ക് 1 ഏക്കർ ഭൂമി. അയാൾ താമസിക്കുന്നത് ആകെ 30 സെന്റിലാണ്. ഈ 30 സെന്റിൽ തന്നെ 5 സെന്റ് ഒരു സാധുവിന് കൊടുത്താണ്. ഏതോ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് കൊടുത്തിട്ട് 5 സെന്റോട് വരേറ്റാണ്. ഇയാൾക്ക് ഈ 1 ഏക്കർ കിട്ടിയോടുകൂടെ വാപ്പി ഉമ്മയും മക്കളും 3 മക്കളുണ്ട്. ഒരു തീരുമാനിക്കുകയാണ്, ഇത് കുറച്ച് സാധുക്കൊക്കെയാണ് കണ്ടം വെച്ച് കൊടുക്കുക, എന്നാൽ തൊയിരം പോലെ കബറ് കടക്കാലോ എന്ന നിലക്ക് ഇങ്ങോട്ട് എല്ലാവർക്കും അതങ്ങനെ ഒരിച്ചു കൊടുത്ത് അത് വഴിക്കൊക്കെ കൂടെ വിട്ടപ്പോൾ ഏകദേശം 85-86 സെന്റ് ഉണ്ട്. അത് 10-18 കുടുംബങ്ങൾക്കാണ് കൊടുത്തു. സാധുക്കൾ അവിടെ വന്നിട്ട് ഉഷാറായി താമസിക്കണു, ഒരൊക്കെ ദുആ കിട്ടണു. കാരണം ഇവിടെ ഇപ്പം നമ്മൾ എത്ര കാലം ജീവിച്ചാലും ദുന്യാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിദ്ദുന്യ നെല്ലും കുത്തും ആഖിറത്തിൽ ചവിട്ടും കുത്തും ബൈനഹുമാ ഉന്തും തിരക്കും എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ഒരു സംഗതിയില്ല, ഒരു സംഭവം, ഒരു സംഗതിയൊന്നുമില്ല. ഇപ്പോഴത്തെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ആ സ്വർഗം കിട്ടുക. അപ്പം ആ സ്വർഗം കിട്ടണമെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം ചെയ്യാം, പരമാവധി മറ്റുള്ള ആളുകൾക്ക് ഗുണം ചെയ്യാം. അപ്പം ഇഷ്താഖത്തിൽ ജന്നതു ഇലാ അർബഅത്തിൻ, 4 ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് സ്വാഇമി റമളാൻ, വിശുദ്ധ റമളാനിൽ നോമ്പിനെ കൃത്യമായി പരിഗണിക്കുന്ന ആൾ. മറ്റൊന്ന് താലി അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ താലി ഓതുകയും പിന്തുടരുകയും ചെയ്യുക എന്ന തിലാവത്തിന്റെ അർത്ഥം. ഖിറാഅത്ത് എന്ന പ്രയോഗത്തെക്കാൾ കൂടുതൽ തിലാവത്താണ്. യത്ലു അലൈഹിം ആയാതി, അങ്ങനെ കാണാം. യഖ്റഉ അലൈഹിം എന്നല്ല, ഖിറാഅത്ത് ഉണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ ഖിറാഅത്ത് എപ്പോഴും ഓതപ്പെടുന്നത് എന്നാണ് ഉണ്ട്. എന്നാൽ തിലാവത്ത് അല്ലെ, തിലാവത്തുൽ ഖുർആൻ എന്നാണല്ലോ പറയാ. എന്താ തിലാവത്ത് എന്ന് പറഞ്ഞാൽ? പിന്തുടരുക എന്നാണ്. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ, ഖമർ തലാ, പിന്തുടരുക, ഇമിറ്റേഷൻ, ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിയാ പോരാ, പിന്നെ അതിലെ ആശയങ്ങളോട് പിന്തുടരണം. അങ്ങനെ പിന്തുടരുന്ന ആളുകൾ ആരാ? അവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. റബ്ബേ, ഇന്നാലിന്ന വ്യക്തി ഖുർആൻ ഓതുന്നുണ്ട്, ആ ഖുർആനിക മൂല്യങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ ഗുണം ചെയ്യുന്നവരാവണം. ഖുർആൻ പറയുന്നത് എന്താണ്? നിങ്ങൾ സത്യം പറയുന്നവരാവണം. ഖുർആൻ പറയുന്നത് എന്താണ്? വലോ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്, ആളുകളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഇങ്ങനെ ഖുർആൻ പറയുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആരാണോ ജീവിതം നയിക്കുന്നത് എങ്കിൽ താലി അൽ ഖുർആൻ, ഖുർആനിനെ പിൻപറ്റുന്ന ആളുകൾ ആരാണോ അവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നതെന്ന് ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. അതുകൊണ്ട് ആ നിലക്കായിരിക്കണം ഖുർആൻ നമ്മോട് സംസാരിക്കാൻ, അള്ളാഹു നമ്മോട് പറയാനുള്ളത് പറയാൻ. അതുകൊണ്ട് ഖുർആൻ ഓതുക. ഇമാം ശാഫിഈ തങ്ങളൊക്കെ റമദാനിൽ 2 ഖത്തം ഒരു ദിവസം തീർത്തിരുന്നു.
അത് മൂപ്പർക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ലേ. അങ്ങനെയല്ല. നമ്മൾ ഫുള്ള് ഓതാൻ പുറപ്പെട്ടാലും 2 കത്തം തേക്കോ? അത് ഊലിക്ക് സമയത്തിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്തതാണ്. കാരണം എല്ലാ തിരക്കും ഉണ്ട്. ദിർസ് നടത്തണം. ഷാഫി ഇമാമ് ചികിത്സിക്കണം. അത്യാവശ്യത്തിന് ബിസിനസ് ഉണ്ടായിരുന്നു, അത് നടത്തണം. പിന്നെ കോംപ്രമൈസിന് പോകും, ഈ മദ്യം വയ്ക്കാൻ, ഈ കുറേ ആൾക്കാരെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനൊക്കെ പോകും. അങ്ങനെ പല മേഖലയിലും സേവനം അനുഷ്ഠിച്ചിരുന്ന ആളാണ് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ. ഒക്കെ ഫ്രീ ആണ്. മൂപ്പര് മുദരിസാണെങ്കിലും ആ ദിർസ് നടത്തിയ വകയിലൊന്നും ശമ്പളം വാങ്ങിയിരുന്നില്ല. അങ്ങനെയുള്ള സംഭവമാണ്. പിന്നെ ജീവിക്കാൻ വേറെ സംഭവങ്ങൾ കണ്ടിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഇമാം ഷാഫി തങ്ങൾ. ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്. ഷാഫി ഇമാമൊന്നും ശമ്പളം വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് മൂല്യരെ നിങ്ങൾക്ക് ശമ്പളമില്ല, ഞങ്ങൾ ഫ്രീ ആയിട്ട് കുത്തുബോധി. അങ്ങനെയല്ല, ഒരു ജീവിക്കണ്ടേ. സംഭവങ്ങൾ അങ്ങനെയാണ്. അത് ഹിദ്മ, അതൊരു അവരൊക്കെ അങ്ങനെ ഓതിയിരുന്നു. അങ്ങനെ ഓതുക എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ദിവസം ഒരു വിഷയത്തിനൊരു വൈക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പേജ് ഓതിയിട്ട് ആയത്തിനെ കുറിച്ച് ഓതി അള്ളാനെ തവക്കുലാക്കിയാൽ തവക്കുൽ പ്ലസ് ആക്ഷൻ ഈക്വൽ ടു സക്സസ്. നമ്മൾ അള്ളാനെ ഏൽപ്പിക്കുക, ഇങ്ങോട്ട് വിഷയവുമായി ബന്ധപ്പെടുക. അതല്ലാതെ വെറും തവക്കുലാക്കിയാലേ സാധനം നടക്കൂല. അള്ളാനെ തവക്കുലാക്കുക, അങ്ങോട്ട് പണിയെടുക്കാതെക്കുക, അതൊട്ട് കാര്യമില്ല. തവക്കുൽ പ്ലസ് ആക്ഷൻ, എന്നാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? സക്സസ്, വിജയിക്കുമെന്നുള്ളതാണ്. എല്ലാ മേഖലയിലും വിജയം ഉണ്ടാവും. അള്ളാനെ വരണം. അള്ളാഹു ഉണ്ട് എന്ന ഇദാ ത്വലബ്ത വ ഇൻ ത്വലബ്ത നാസിറൻ ഫഹസ്ബുകല്ലാഹ്. അള്ളാഹു ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത, റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു ബോധമുണ്ടോ, നോ ടെൻഷൻ, നോ പേടി. അതാണ് അലാ ഇന്ന ഔലിയ അള്ളാഹ്. അള്ളാന്റെ ഏറ്റവും അടുത്ത ആൾക്കാരെ നിലപാടെന്താ അറിയോ? ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. പോയതിനെ കുറിച്ചുള്ള ടെൻഷനോ വരുന്നതിനെ കുറിച്ചുള്ള ആകുലതയോ ഇല്ലാത്തവരാണ്. കാരണം ദുന്യാവിൽ നടക്കേണ്ടതൊക്കെ നടക്കും. കമ്മാലിയൊക്കെ പറഞ്ഞ പോലെ ആലോചിച്ചാൽ അന്തമല്ല, ആലോചിച്ചിട്ടില്ലെങ്കിൽ കുന്തമല്ല. സംഭവം അങ്ങനെ. നമ്മൾ ടെൻഷനായി, നമ്മളെ പരിധിയിൽ പെടാത്ത കാര്യത്തിനെ കുറിച്ച് ടെൻഷനായിട്ടൊരു കാര്യമല്ല. നമ്മൾ അത്യാവശ്യത്തിന് ഒരു വഴിക്ക് പോകണം, പുറത്ത് പെരും മഴ പെയ്യാണ്, വെറുതെ ടെൻഷനാക്കുക. എന്ത് മഴ ഇത്? അത് ശരി, ഇവിടെ മഴ പെയ്യേണ്ട കുറേ ആൾക്കാർക്ക് ഇവിടെ ഭൂമി നനയുണ്ട്, നമുക്കും വേണ്ടേ? ഇത് അവനാൻ കയറിയ വണ്ടി പോകണം എന്നുള്ളത് ഈയതയാണല്ലോ. ഇപ്പം നമ്മളിങ്ങനെ എവിടേക്കോ പോവുക, യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ്. അതിന് എടരിക്കോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്നു, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വണ്ടി, പെരും വരവ്, നീട്ടി കജ്ജിയട്ടി, നിർത്തിയില്ല. കുറേ അപ്പുറത്ത് കൊണ്ടേ നിർത്തിയിട്ട് ഒരാളെ ചവിട്ടി ഇറക്കിങ്ങാണ്ട് അവർ പോയി. അപ്പം നമ്മളെ നമുക്ക് ഇന്നെ കണ്ടിട്ട് നിർത്തിയില്ല, അതാ കക്കാട് ടയർ പൊട്ടിയെങ്കിൽ, ആ വളവിൽ മറിഞ്ഞെങ്കിൽ പിരാഗ് പറയുന്നതാണ്. കുറച്ച് കഴിഞ്ഞൊക്കെ ഒരു നീലവണ്ടി വന്നു. അതിന് കയറാൻ കരുതിയിട്ടില്ല, പക്ഷെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്നാൽ കയറാന്നല്ലൊക്കെ കയറി വെക്കുമ്പോൾ 100 മീറ്റർ ആയപ്പോൾ അവിടെ നിന്ന് നിർത്തി. അടുത്ത 100 മീറ്ററിൽ പിന്നെയും നിർത്തി. അപ്പോഴും നമുക്ക് കയറാം. നേരത്തെ എന്താ പ്രശ്നം? നിർത്താത്തത്. ഇപ്പം എന്താ പ്രശ്നം? നിർത്തിയത്. അവനാ കയറിയ വണ്ടി ഇഞ്ഞ് നിൽക്കരുതേ, അതിഞ്ഞ് പോണം. അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഏത്? അതിനെന്താന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ സ്വന്തം കാര്യത്തെ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക, വേറെ ആൾക്കാരെ നോക്കാത്ത ആൾക്കാരുടെ രക്ഷമാണ്. അപ്പം അങ്ങനെയല്ല, ഏത് കാര്യവും അള്ളാഹുവെ ഏൽപ്പിച്ച് വിഷയത്തിനിറങ്ങുക എങ്കിൽ അള്ളാഹു തആല അത് സാധിപ്പിച്ചു തരും. അലല്ലാഹ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ദുഃഖിക്കരുത്, റബ്ബ് കൂടെയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സൂറത്തു തൗബയിൽ കാണാം. അപ്പോൾ ഒരു ഖുർആൻ ലേശം ഓതിയിട്ട് തന്നെ ഇറങ്ങിയ ഭയങ്കര സംഭവമാണ്. റമദാനും ഖുർആനും ഭയങ്കര ബന്ധമാണ്. വിശുദ്ധ റമദാനും ഖുർആനും എന്ന് പറഞ്ഞാൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ.
ഹാഫിളി അൽ-ലിസാൻ, നാവിനെ ഹിഫ്ള് ചെയ്യുന്നവരാണ്. നാവ്, ഒരാൾ വിജയിക്കാൻ കാരണം നാവാണ്, ഒരാൾ പരാജയപ്പെടാനും നാവാണ്. ഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ ചൊവ്വയുള്ളത് പറയണേ, നിങ്ങൾ നല്ലത് നാവുകൊണ്ട് ഉപയോഗപ്പെടുത്തണേ, എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, സ്വർഗത്തിലേക്ക് പോവാനുള്ള നിങ്ങളുടെ ഓൾ ആക്ടിവിറ്റിയും അത് കൃത്യമായ ഒരു ട്രാക്കിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് നല്ലൊരു ട്രാക്കിലാക്കാൻ കഴിയും. അതിന് നാവിനെ സൂക്ഷിക്കുക, ജീവിതത്തിൽ മാറ്റം വരുത്തുക. യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ജീവിതം മാറ്റാൻ കഴിയും. മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർക്ക് വിജയിക്കാൻ കഴിയൂല. അതുകൊണ്ട് നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതിരിക്കാം. ഇപ്പോ ബഹുമാനപ്പെട്ട നബിതങ്ങളെയും സഹാബിമാരെയും എല്ലാ നിലക്കും കിട്ടുന്ന അവസരങ്ങളിൽ ഒക്കെ ദ്രോഹിക്കുകയും കിട്ടാവുന്ന അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുകയും ചെയ്യാൻ മുമ്പിൽ വന്നിരുന്ന ഒരാളാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഉഹദൊക്കെ നടക്കുമ്പോൾ അപ്പുറത്താണ്. നേരിട്ട് യുദ്ധം ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഇങ്ങോട്ട് ഒഴിഞ്ഞൊന്ന് കല്ലെടുത്തെറിയാം. അങ്ങനെ ഉണ്ടാവില്ല ചില മനുഷ്യന്മാർ. ഇപ്പം നാളെ ഹൈവേക്ക് ലോറിമ കല്ലെടുത്തെറിഞ്ഞിരുന്നു 2 ചെറുക്കന്മാർ. അങ്ങനെ ഹോബി. അങ്ങനെ ഒഴിഞ്ഞിങ്ങാണ്ട് പ്രശ്നം ഉണ്ടാക്കുക. അവസാനം വലിയ നഷ്ടങ്ങൾ പല നിലക്കും വന്നപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, ഇക്രിമിനെ എവിടെ കണ്ടാലും പിടികൂടണം എന്നാണ്. ആ വിവരം കിട്ടിയപ്പോൾ മൂപ്പര് മുങ്ങി, നാട്ടിൽ നിന്ന് മുങ്ങി. അങ്ങനെ ചില ആൾക്കാർ കുറി വെച്ചിങ്ങാണ്ട് ഉള്ള പൈസ കൊണ്ട് മുങ്ങണ ആൾക്കാരുണ്ട്. ഒരൊറ്റ മുങ്ങലാണ്. അങ്ങനെ മുങ്ങിന്ന് മാത്രമല്ല, ആളെ കാണാനില്ല. അങ്ങനെ നബിത്തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ആഴ്ചയിൽ നീന്താൻ പോകും. വാജിബുൻ അലൽ ആബാഇ തഅലീമു സിബിയാനിക്കും വസിബാഹ. ബാപ്പമാര് മക്കളെ നീന്തം പഠിപ്പിക്കൽ വാജിബാണ് എന്നുള്ളതാണ്. സ്വിമ്മിങ് ആക്ടിവിറ്റി ബെസ്റ്റ് ആക്ടിവിറ്റി, ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഈ നീന്തുക എന്നുള്ളത്. 139 കലോറി ഊർജമാക്കി മാറ്റുന്ന, ഫുഡ് ഊർജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അത് ഫിറ്റ്നസിൻ്റെ കിതാബുകളിൽ നോക്കിയാൽ വ്യക്തമായി കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആരോഗ്യം ഉണ്ടാക്കുന്ന നല്ലൊരു ആക്ടിവിറ്റിയാണ് നീന്തുക അറിയുന്നത്. ഇനി പോയി കടലിൽ പോയി ചാടാൻ നിൽക്കണ്ട. നാട്ടിലൊക്കെ പോയാൽ സൗകര്യം ഉണ്ടെങ്കിൽ നീന്താൻ വളരെ നല്ലതാണ്. നീന്തുന്ന ഹദീസ് പറഞ്ഞപ്പോൾ കുട്ടി കയറ്റി ചാടിയായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പം അങ്ങനെ നബിതങ്ങൾ നീന്താൻ വേണ്ടി പോകും. 1-2 ആൾക്കാർ ഒപ്പം കൂട്ടും. അങ്ങനെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നീന്തും. അങ്ങനെ ഞങ്ങളവിടേക്ക് നല്ല പുഴയുണ്ട്, അടിപൊളി പുഴ. അടി പൊളിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഫുള്ള് വെള്ളം കുറവാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ പോയ സമയത്തുണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു. കണ്ടാ പിടികൂടണം, കജി കിട്ടിയ സഹാബത്ത് സൈസാക്കും, അങ്ങനെയുള്ള ദ്രോഹം ചെയ്ത ആളാണ്. ആ ഇക്രിമ നബിതങ്ങളെ മുമ്പിലാണ് പെട്ടു. നബിതങ്ങളെ മുമ്പിലാണ് പെട്ടോടുകൂടെ ആകെ പേടിച്ചു. കാരണം ഒപ്പം ഫളുൽ ഇബ്നു അബ്ബാസ് എന്നവരും അലിയാർ തങ്ങളും ഉണ്ട്. അമ്മോശനും മരുവനും ഒപ്പാണ് അധികം യാത്ര ചെയ്യൽ. അതുപോലെ അലി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഉണ്ടാവും. ഭയങ്കര കമ്പനിയായിരുന്നു ആ അമ്മോശനും മരുവനും. നബിതങ്ങൾ അലിയാർ തങ്ങളെ മടിയിൽ തല വെച്ച് കടന്നുറങ്ങും. എനിക്ക് മരുവുണ്ട്, സാനും മരുവുണ്ടാവും അല്ലേ? നമ്മളേതെങ്കിലും മരുക്കൾ മടിയിൽ തല വെച്ച് കിടക്കലുണ്ടോ? നമ്മളേതെങ്കിലും അമ്മോസാക്കാരെ ആകെ കാണുക ഈ പ്രസവത്തിന് പെണ്ണുങ്ങളെ ഹോസ്പിറ്റലിലാക്കിയാൽ എന്താ പറഞ്ഞ് 2 മണിയാവും. എന്തേലും വേണോ ചോദിച്ചും, കൊടുക്കൊന്നുമില്ല, വെറുതെ കച്ചിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒറ്റ പറിച്ചില്ല. അങ്ങനെ വർത്താനല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല അല്ലേ? ഒരത്ര കമ്പനിയായി. അതായത് ആ ഒരു കോണ്ടാക്ട് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഓരോ മുമ്പിൽ പെട്ട് ആകെ വിറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാ ഇക്രിമ
ഇക്രീമ. ആ വിളി കേട്ടപ്പോൾ തന്നെ ആകെ അത്ഭുതപ്പെട്ട്. മറ്റേന്താ ഇപ്പം ആരൊക്കെയൊക്കെ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഒരാൾ പോലീസ് പിടിച്ചാൽ എന്താ കുത്തച്ചി മോനെ എന്നല്ല പറയാം. അങ്ങനെയല്ല, അത്രയും എട്ടങ്ങേറായിട്ടേക്കാരും ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഭയങ്കര സംഭവമല്ലേ. ഇതങ്ങനെയല്ല. യാ ഇക്രീമ കൈഫൻസ്, എന്താ വിശേഷം? അപ്പം അലിയാത്തങ്ങൾ തൂണ്ട് എന്ത് ചിരിച്ചു കണ്ട് എന്താ അങ്ങനെ അമ്മൂസത് അയാളോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? ഹൈറാണ്. ആ, എന്തൊക്കെയാണ്? അപ്പോൾ സംഗതിയൊക്കെ പറഞ്ഞു. എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് നാട്ടിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ പേടിയാണ്. നാട്ടിലേക്ക് വയ്ക്കുവേ, പ്രശ്നമൊന്നുമില്ല. ആ, പിന്നെ അപ്പോൾ ഈ കിരിമ ചോദിച്ചു, നിങ്ങൾ അള്ളാൻ്റെ റസൂലാണോ എന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ ഒരാൾ സ്ഥലത്ത് പോയിട്ട് എന്താ പേര്? അത് ശ്രീ സക്കാഫി. സക്കാഫിയാ? ആ, തെളിവെന്താ? അല്ലേ? അങ്ങനെ ചോദിച്ചാൽ എന്താ ഉണ്ടാകുക? സംഭവം അങ്ങനെയല്ലേ. പക്ഷേ നിങ്ങൾ റസൂലുള്ള ചോദിച്ചു. ആ, വമ്മ അലാമത്ത് നുബുവത്തിക്ക, നിങ്ങൾ നബിയാണെന്നുള്ളതിന് എന്താ തെളിവ്? തങ്ങൾ ഒരു പാറനെ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ആ പാറ ഇങ്ങനെ വന്നു, വെള്ളത്തിൻ്റെ മുകളിലൂടെ വന്നു. അപ്പോൾ വിശ്വസിച്ചു. അങ്ങനെയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു ആകണത്. ആരെ മകനാ? ഇബ്നു അബൂ ജഹിൽ. അബൂ ജഹിലിൻ്റെ മകനാണ്. അബൂ ജഹിൽ വാപ്പ മൂർദാബ, മകൻ സിന്ദാബാദ്. അങ്ങനെയാണല്ലോ. അബൂ ജഹിൽ റഹ്മത്തുള്ളാഹി അലൈഹി അറിയും, ഇക്രിമ റളിയല്ലാഹു അൻഹു അറിയും. അങ്ങനെ സംഭവം. അങ്ങനെ പിൽക്കാലത്ത് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താ? അള്ളാൻ്റെ റസൂലിൻ്റെ സമീപനം. വാക്കുകൊണ്ട് ഒരാളെയും വിഷമിക്കാതിരിക്കുക. എൻ്റെ പ്രയോഗം കൊണ്ട് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഖിയാറുക്കും ഖിയാറുല്ലി അഹ്ലി, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഒരാൾ ചോദിച്ചു, ഞാനൊരു നല്ല ആളാണെന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അത് പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതിയാണ്. നിങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് നല്ല സർട്ടിഫിക്കറ്റ് പറഞ്ഞു, എൻ്റെ മാപ്പിള പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളാണ്, എന്നെ കുറ്റമൊന്നും പറയില്ല, കുട്ടികളോട് ഭയങ്കര സംഗതിയാണ്, ആ നിലക്ക് നല്ല റാഹത്താണോ? എന്നാൽ ഭയങ്കര റാഹത്താണ്. അങ്ങനെയാണ് ഭാര്യ ഭർത്തൃ ജീവിതം വളരെ റാഹത്തോടെ. കാരണം പെണ്ണുങ്ങൾക്കൊരു വളവുണ്ടാവും, നിർത്താൻ പോകരുത്, പൊട്ടും എന്നാണ് ഹദീസിലുള്ളത്. ആയതുകൊണ്ട് എങ്ങനെയാണോ അങ്ങനെ അവരെ ഇഷ്ടപ്പെടാൻ സഹിക്കണം. ഇതൊരു ഹദീസിൽ മുറിയാകാത്ത അടി, വല്ലാതെ അടങ്ങാറാകുകയാണെങ്കിൽ മുറിയാകാത്ത അടി അടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ തോർത്തുണ്ടിൽ തേങ്ങ എടുത്തിട്ട് കണ്ട് 4 കുത്താണ്. എന്നാൽ പിന്നെ പുറത്തേക്ക് മുറി ഉണ്ടാവില്ല. അങ്ങനല്ലല്ലോ സംഭവങ്ങൾ. അപ്പോൾ നല്ല സ്വഭാവം അത് അവരോട് ചോദിച്ചാൽ അറിയാമെന്നാണ്. എങ്ങനെ? ഖിയാറുക്കും ഖിയാറുല്ലി അഹ്ലി, അന ഖിയാറുൽ നബി. തങ്ങൾക്ക് 9 ഭാര്യമാർ വഫാത്താകുന്ന സമയത്ത് ഭാര്യമാരുണ്ടായിട്ട് ഒരൊറ്റ ഭാര്യയ്ക്കും നബി തങ്ങളെ കുറിച്ചൊരു നെഗറ്റീവ് പറയല്ല. കാരണം നബി തങ്ങൾ അങ്ങനെയാണ്. ശത്രുക്കളോട് പോലും വളരെ സൗമ്യമായിട്ട് മാലക്കയാ സുമാമ, എന്താ സുമാമത്തെ വിശേഷം എന്നാണ്. 23 ആളുകളെ കൊലപ്പെടുത്താൻ നേതൃത്വം നൽകിയ ആളെ പിടിക്കപ്പെട്ട് മുമ്പിലെത്തിയ സമയത്ത് ചിരിച്ചുകൊണ്ട് തോളിലിങ്ങനെ കൈവച്ചിട്ട് മാലക്കയാ സുമാമ, എന്താ സുമാമ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഒരു ചെരുപ്പ് ഒരാൾ പൊക്കി അങ്ങാടിയിൽ നിന്ന് പൊടി കൂടിയാൽ കുമ്പിട്ട് നിർത്തിങ്ങാണ്ട് ദഹരിച്ചു 4 കുത്തെടുക്കൂലേ? ഇത് ഇങ്ങനെ ആലോചിച്ച് ഇതങ്ങനെ ഒന്നുമല്ല. അതാണ് ഹാഫിലി അൽ ലിസാൻ. സ്വർഗം ഇങ്ങനെ പറയാം, അല്ലാ എനിക്ക് അയാളെ വേണം. കാരണം അയാളൊരു അലമ്പും ഉണ്ടാക്കൂല. കാരണം ഈ സ്വർഗത്തിൽ കച്ചറല്ലല്ലോ. ലാ ഫിഹാവൂൻ. സ്വർഗത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ല. അവിടെ കച്ചറല്ല, മറുപടി ഇല്ല, അതില്ല, അടുപ്പും കല്ലില്ല, അങ്ങനത്തെ ഒരു സംഗതി ഇല്ലാത്ത സ്ഥലമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ ആ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. അപ്പം ആ നിലക്ക് എത്തണമെങ്കിൽ, സ്വർഗം നമ്മളിങ്ങനെ നോക്കണമെങ്കിൽ ഹാഫിളി അൽ ലിസാൻ, നോമ്പിൻ്റെ ഒരു മര്യാദ അതാണ്. വസിറു സൗമിൻ കഫു നഫ്സി യാ അഖി അൻ കുല്ലി മാ ഇലൈക നഫ്സുൻ തസ്തഹി. അതാണ് നിയന്ത്രണം എന്ന് പറയുന്നത്. പിന്നെ മുത്ഇമി അൽ ജിയാൻ, വേറെയൊന്ന് വിശന്ന് പൊരിഞ്ഞവർക്ക്
ആഹാരം കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിക്കുന്നവർ എന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ സ്വർഗം നമുക്ക് എത്തണം. അവിടെ സ്വർഗം നമ്മളെങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം. സ്വർഗം നമ്മളെങ്ങനെ കാത്തിരിക്കണം. എന്നിട്ട് ആ സ്വർഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകണം. അവിടെ പിന്നെ ഒരു തിരക്കുമില്ല, പെരച്ച ചോറില്ല, മറ്റേ ഇല്ല, മറിച്ചയില്ല, ഒന്നുമില്ല, നോമ്പില്ല, ഒക്കെ ഇവിടുന്ന് കഴിഞ്ഞാണ്. ഒക്കെ അവിടെ വളരെ ഹാപ്പിയാണ്. മരണമല്ല, മരണത്തിനൊരു ആടിൻ്റെ കോലത്തിൽ കൊണ്ടുവരുന്നതാണ്. എന്നിട്ടോ മരണത്തിനവിടെ അറക്കും. എന്നുവെച്ചാൽ പിന്നെ അവിടെ മരിച്ചലില്ല, തട്ടിത്തടച്ചിലില്ല, കൂട്ടിമുട്ടലില്ല, ഒരു സംഭവമല്ല. വിശാലമായ സംഭവമാണ്. അവിടെ ഇങ്ങനെ സന്തോഷത്തോടു കൂടെ ഇങ്ങനെ എപ്പോഴും ഹാപ്പിയായി ഇങ്ങനെ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ അതിന് അധ്വാനിക്കേണ്ട സ്ഥലമാണ് ഈ ദുന്യാവ്. ഹുഫത്തിൽ ജന്നത്ത് ബിൽ മക്കാരി. നോർമൽ നമ്മുടെ മനസ്സിൽ പൂതിയില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുക, അപ്പോൾ സ്വർഗം കിട്ടും. ഹുഫത്തിൻ നാറു ബി ഷഹവാത്ത്. കുറേ പൂതിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ അത് പരാജയത്തിലും എത്തും. അപ്പം ഇവിടെ ചില നിയന്ത്രണങ്ങളും ചിട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അസൗം അൽ ഇംസാഖ് മഅനാഹു അൽ നിയന്ത്രണം. അതുകൊണ്ട് ആ നിലക്കാണ് നമ്മുടെയൊക്കെ നോമ്പാവേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.